മാംഗോ സീസൺ ആയ വീട്ടിൽ തന്നെ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കി ഐസ്ക്രീമിൻ്റെ കൊതി അങ്ങോട്ട് തീർക്കണം കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങേൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫ്ലേവറുള്ള നല്ല പഴുത്ത മാങ്ങ വേണിട്ട് എടുക്കാൻ, പുളിയുള്ള മാങ്ങ എടുക്കരുത്. അപ്പോൾ ഐസ്ക്രീം രസം ഉണ്ടാവില്ല. മധുരം കുറച്ച് കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫ്ലേവറിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യരുത്. അപ്പോൾ മാങ്ങ ഞാൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നാരുള്ള മാങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കണം കേട്ടോ. അത് പിന്നെ നാരൊന്നുമുള്ള മാങ്ങയല്ല. പിന്നെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വേണ്ടത്. 500 ഗ്രാം വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. അപ്പോൾ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ വിപ്പിംഗ് ക്രീം എടുക്കാൻ, എന്നാലാണ് പെട്ടെന്ന് ബീറ്റായിട്ട് കിട്ടുക. പിന്നെ സ്റ്റിഫ് മിക്സ് ആവുന്നത് വരെ ഒന്നും വിപ്പ് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വിപ്പ് ചെയ്തെടുത്താൽ മതി. കുറച്ച് കൂടുതൽ ഉണ്ടാവണമെങ്കിൽ കുറച്ച് നമ്മൾ വിപ്പ് ചെയ്തെടുക്കും വേണം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിന്ന് ചേർക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം പിന്നെ ഓൾറെഡി മധുരം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ മാംഗോയിലേക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. ഇനി മാംഗോ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാതിരിക്കേണ്ട നല്ലത്. ആദ്യം ഞാൻ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആവുന്നില്ല. മാത്രമല്ല ഇനിയിപ്പോൾ ഇതുകൊണ്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം ഒന്നും കൂടി ഓവർ വിപ്പായാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ കുറച്ച് മാംഗോ പീസ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഐസ്ക്രീം ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ പാത്രത്തിൽ മാത്രമല്ല കേട്ടോ, കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അത് ഞാൻ ചെറിയൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം റിഷു ചിലപ്പോൾ അത് സെറ്റ് ആവാൻ വരെ ഒന്നും വെയിറ്റ് ചെയ്യൂല. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ചെറുതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സെറ്റ് ആവും. ഇനി ഇത് ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കണം കേട്ടോ, അപ്പോഴാണ് സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ ഓവർനൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഐസ്ക്രീം എടുക്കുകയാണ് കേട്ടോ. സെറ്റ് ആയിട്ടുണ്ട്. നല്ല ബ്രാൻഡിന്റെ റിച്ച് ഐസ്ക്രീം ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവറിലാണ് കേട്ടോ അതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ കിട്ടുക. നമ്മൾ പുറത്തുനിന്ന് ഐസ്ക്രീം വാങ്ങുമ്പോൾ 2 സ്കൂപ്പിന് തന്നെ എന്തൊരു റേറ്റാലേ. ഇതിപ്പോൾ നമുക്ക് എത്രങ്ങോനും ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയോ. ജസ്റ്റ് ഒരു 500 ഗ്രാം വിപ്പിംഗ് ക്രീമും 2 മാങ്ങയും പിന്നെ ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഐസ്ക്രീം ഉണ്ടാക്കി കണ്ട പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഐസ്ക്രീം വാങ്ങൂല കേട്ടോ. കണ്ട നല്ല ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നും ആഡ് ചെയ്യാതെ നല്ല ഹൈ ക്വാളിറ്റി റിച്ച് ഐസ്ക്രീമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളും ഈ മാംഗോ സീസണിലൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. നല്ല സൂപ്പർ ടേസ്റ്റാണ്.